ഇത്തരത്തിൽ സംവരണം നിലനിൽക്കണം എന്ന് പറയുമ്പോൾ സംവരണത്തിന് അർഹതയുള്ള ഒരു കുടുംബം, അതിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പരമദരിദ്രമായ വേറൊരു കുടുംബം, സംവരണത്തിന് അർഹതയുള്ള കുടുംബം കുറച്ച് സാമ്പത്തികമായി മെച്ചപ്പെട്ടതുമാണെന്ന് വിചാരിക്കുക. ഈ പരമദരിദ്ര കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ആനുകൂല്യവും ചെയ്യാൻ സംവരണത്തിന്റെ ഭാഗമായി കഴിയില്ല. നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒരു ചിന്തയാണ് അത്തരത്തിലുള്ളവർക്ക് മുന്നോക്ക വിഭാഗത്തിൽ പെട്ടുവെന്നുകൊണ്ട് മാത്രം സംവരണത്തിന് അർഹതയില്ലാത്ത വിഭാഗമാണത്. എന്നാൽ പരമ ദരിദ്രരാണ്. നമ്മൾ അപ്പുറത്ത് സംവരണത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും ദരിദ്രരാണത്. സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ വലിയ തോതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പരമദരിദ്രരാണ്. അത്തരം ആളുകൾക്കൊരു സംവരണം വേണ്ടേ എന്ന ചിന്ത ദീർഘകാലമായി നമ്മുടെ രാജ്യത്തുണ്ട്. ഞങ്ങൾ ആ ചിന്തയുള്ളവരാണ്, അത് പരസ്യമായി പറഞ്ഞവരാണ്. അവർക്കൊരു നിശ്ചിത ശതമാനം സംവരണം നൽകണം എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞവരാണ്. നമുക്കറിയാലോ, ഓരോ സർക്കാരും അധികാരത്തിൽ വരുന്നതിന് മുൻപ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയുമല്ലോ. അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയൊക്കെ ഇറക്കാറുള്ളത്. ഞങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ ഈ ഭാഗവും പറഞ്ഞിരുന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല, കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കേണ്ടതാണ്. അതായത് ഭരണഘടനാ ഭേദഗതി വേണം. ഭരണഘടനാ ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ സംവരണം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം നൽകാനാവും. കാരണം നമ്മുടെ സംവരണം 50% എത്തി നിൽക്കുകയാണ്. 50% വരെ മാത്രമേ സംവരണം പാടുള്ളൂ. അതിനപ്പുറം ഭരണഘടന പ്രകാരം സംവരണം പാടില്ല. ഇതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു സൗകര്യം കിട്ടി. അത് നേരത്തെ ഉള്ളതാണെങ്കിലും ഇപ്പോഴാണ് അത് ശരിയായ രീതിയിൽ ബോധ്യപ്പെട്ടത്. അതായത് ദേവസ്വം ബോർഡ് നിയമനം ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സംവരണമനുസരിച്ച് നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്. ആ സംവരണ കോട്ട എത്രയാണോ അത് മുഴുവൻ ഒഴിവായി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ആ സംവരണം അനുസരിച്ച് അവർക്ക് ദേവസ്വം ബോർഡിൽ നിയമനം കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു 10% മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഇവർക്ക് മാത്രമല്ല, ഇതോടൊപ്പം ബാക്കി വരുന്ന ശതമാനങ്ങൾ ഉണ്ട്. അത് പട്ടികജാതി പട്ടികവർഗത്തിനും നമ്മുടെ പിന്നോക്ക വിഭാഗത്തിനും ഈഴവ വിഭാഗത്തിനുമെല്ലാം വർധനവും വന്നു. ഇതാണ് ഉണ്ടായ തീരുമാനം. ആരുടെയും സംവരണം കുറഞ്ഞില്ല. ഈ പുതിയ വിഭാഗത്തിന് സംവരണം കൊടുക്കുമ്പോൾ തന്നെ നിലവിൽ സംവരണം ഉള്ളവർക്ക് കുറച്ച് സംവരണം വർദ്ധിക്കുകയും ചെയ്യും. എന്തിനാണ് അതിനെപ്പറ്റി വലിയ ചതി എന്ന് ആദരണീയരായ സ്വാമിമാർ വിശേഷിപ്പിച്ചത് എന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ അവർ സന്നദ്ധരാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.